ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടിലൻ വെറൈറ്റി സ്നാക്കാണ് കേട്ടോ കൊട്ടയപ്പം. അപ്പോൾ ചില നാട്ടിലൊക്കെ ഇതിന് ഫ്ലവർ പോട്ട് എന്നും പറയാറുണ്ട്. ഞാൻ പൊതുവെ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ പറയാറുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു തവണ നിങ്ങളിത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സ്നാക്ക് ഇതായിട്ട് മാറും. അത്രയ്ക്ക് രുചിയുള്ള ഒരു ഐറ്റമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം പൊതുവേ എല്ലാവരും ഷവർമ ഫില്ലിങ് മയോണീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ എൻ്റെത് ഇത് മൊത്തത്തിൽ മാറ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊട്ടയപ്പത്തിലേക്ക് വേണ്ടുന്ന ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ വെറുതെ വീഡിയോ ലെങ്തി ആവേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏതാണ്ട് ഒരു 250-300 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും മാത്രം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം നല്ലപോലെ ചൂടാറിയിട്ട് കൈ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ എൻ്റെതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഓവർ ചെറുതാക്കിയിട്ട് ഈ ഫില്ലിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കൊട്ടയപ്പം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ കൊട്ടയപ്പത്തിലേക്ക് ഫില്ലിങ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ കുറച്ച് ഒരല്പം മാത്രം ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ഒഴിച്ചെടുക്കേണ്ട, കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചിക്കൻ മൊത്തത്തിൽ ഞാൻ മാറ്റിയതിന് ശേഷം ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കിതിലേക്കുള്ള സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ സവാള കാര്യങ്ങളൊന്നും കൂടാൻ പാടില്ല. ചിക്കനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. സവാള കുറച്ച് മാത്രം ഒരല്പം മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിൻ്റെ നേരെ ഡബിളായിട്ട് ചിക്കൻ ഉണ്ടാവണം കേട്ടോ. എങ്കിലേ ഫില്ലിങ്ങും നമ്മുടെ കൊട്ടയപ്പം കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരല്പം ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ട, കാരണം ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ തന്നെ സോഫ്റ്റാക്കി എടുക്കണേ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3ഉം കൂടിയിട്ടാണ് 3/4 ടേബിൾ സ്പൂൺ പറയുന്നത്, കാരണം ഒട്ടും തന്നെ കൂടണ്ട. അപ്പോൾ ഭയങ്കര ഒരു കുത്തലുണ്ടാവും. നമ്മൾ കുറച്ച് സവാളയിൽ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 3/4 ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ഒരു 3 പച്ചമുളക്, ഇത് 3ഉം കൂടി ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മതി. അപ്പോൾ ഇതിൻ്റെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം. അപ്പോൾ ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ വേറെ നമ്മൾ പൊടികളും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ മഞ്ഞളും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ചിക്കൻ്റെ അളവല്ലേ കൂടുതലായിട്ട് ഈ ഒരു ഫില്ലിങ്ങിലുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, എങ്കിലേ ഇത് കൊട്ടയോട് കൂടി കഴിക്കുന്നില്ല നമ്മൾ ഒന്നിച്ച് കടിച്ചിട്ട്. അപ്പോൾ എന്നിട്ട് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കേട്ടോ. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ, ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചേർക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൈ ചെയ്യാതെ നമുക്ക് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കാം. പക്ഷേ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ഈ ഒരു കൊട്ടയപ്പത്തിലേക്ക് വേണ്ടുന്ന ഒരു പച്ച കളർ ചമ്മന്തി റെഡിയാക്കി എടുക്കണം, ഗ്രീൻ ചട്നി. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കൂടണ്ട കേട്ടോ, എല്ലാം ഒരല്പം ചേർക്കണം ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഇലയോളം പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ കൂടാൻ പാടില്ല കേട്ടോ, ഇത്ര മാത്രം മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്കൊരു 3-4 ഇലയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളി ഒറ്റയൊന്നാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നല്ലപോലെ ചേർത്തൊക്കെ ആണെങ്കിൽ 2 അല്ലിയോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞ് പീസ് അളവിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ ഒരു ഐറ്റംസും കൂടാൻ പാടില്ല, അപ്പോൾ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചട്നി പൊതുവേ നിങ്ങൾ എങ്ങനെയാണോ അരക്കൽ അതുപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ചെറുനാരങ്ങ നീര് കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് കൊട്ടയപ്പത്തിലേക്ക് വേണ്ടുന്ന കൊട്ട റെഡിയാക്കണ്ടേ, അതിനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ മൈദ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് കറക്റ്റ് ഒരു അളവൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം കൊട്ടയപ്പം വേണോ അതിനനുസരിച്ച് എത്ര കൊട്ട റെഡിയാക്കണോ അതിനനുസരിച്ചുള്ള മാവ് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചെടുത്താൽ തന്നെ കുറേ ഉണ്ടാവും, കാരണം നമ്മളിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഇത് പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മളിത് ഇറച്ചിപ്പത്തിൻ്റെ മാവ് റെഡിയാക്കല്ലോ, ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റാക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് പരത്തിയെടുക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി കൊട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു വലുപ്പത്തിൽ മാത്രം ബോൾ എടുക്കുക കേട്ടോ, ഏറ്റവും കുഞ്ഞു ബോളാക്കിയിട്ട് എടുക്കുക, കാരണം നമുക്കിത് നേരതായിട്ട് പരത്തിയെടുക്കണം. ഓവർ കട്ടിയുള്ള ബോളാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടയ്ക്ക് ഭയങ്കര കട്ടി ഉണ്ടാവും, അപ്പോൾ ക്രിസ്പിനെസ് കുറയും. അതുകൊണ്ട് തന്നെ നേരെ ബോളാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം ചെറിയ ബോൾ എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് കുറച്ച് പൊടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, നമുക്കിത് റെഡിയാക്കുന്ന സമയത്ത് നല്ല ഷേപ്പാക്കി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൊട്ട എത്രത്തോളം വലുപ്പം വേണമെന്നുള്ളത് തീരുമാനിക്കട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നേരതായിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സ്റ്റീൽ ഗ്ലാസ് ആണ്. ഇതെന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കൊട്ടയുടെ ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ അടിയിലും സൈഡിലും ആയിട്ട് നന്നായിട്ട് കുറച്ചൊരു ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും നന്നായിട്ട് തടവി കൊടുക്കുക. ഇതുപോലെ തടവിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു ഷീറ്റില്ലേ, അത് ഈ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് കൂടി നമ്മുടെ ആ ഒരു കൊട്ടയുടെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും നല്ലപോലെ അമർത്തി പ്രസ് ചെയ്യട്ടെ, നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യണേ, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് എണ്ണയിലിടുന്ന സമയത്ത് കിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ആ ഒരു കൊട്ടയുടെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ ഏല എങ്ങനെയാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അധികം വരുന്ന ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്താൽ മതി, സൈഡിൽ മടക്കി മടക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ കൊട്ട നല്ലപോലെ പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എല്ലാ സൈഡും ഒരേപോലെ ലെവലിലൊന്ന് റൗണ്ടാക്കി എടുക്കുക കേട്ടോ, റൗണ്ടിൽ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ എടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ടർ വേണമെന്നൊന്നുമില്ല കേട്ടോ, കത്തി വെച്ചിട്ട് ചെയ്താൽ മതി, ഏതാണോ സൗകര്യം ഉള്ളത് മതി. അപ്പോൾ ഇതുപോലത്തെ കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്സ കട്ടറൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കത്തി ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കട്ടർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്തതെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കട്ടർ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊട്ടയുടെ സൈഡ് കണ്ടില്ലേ, ആ ഒരു കട്ടറിൻ്റെ ഡിസൈൻ വന്നിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, കത്തി വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ കൊട്ടയുടെ ആ ഒരു ഷേപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഞാനിവിടെ നല്ലപോലെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഗ്ലാസ് ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക എണ്ണയിലേക്ക്. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഷീറ്റില്ലേ, നമ്മുടെ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയ ആ ഒരു കൊട്ട കുറച്ചൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്ത് എണ്ണയിലേക്ക് ഓട്ടോമാറ്റിക്കലി വീഴും കേട്ടോ. അഥവാ ചില സമയത്ത് വീഴാതെ ഒന്ന് ഫസ്റ്റത്തേക്ക് ചിലപ്പം പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡൊക്കെ ഇതുപോലെ ഗ്യാപ്പ് വരാൻ തുടങ്ങുന്ന സമയത്ത്, നന്നായിട്ട് ഗ്യാപ്പ് വരും, വിട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് വീഴും കേട്ടോ. എൻ്റെ ഇതിപ്പോൾ തട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എണ്ണയിലേക്ക് വീഴുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എണ്ണയിലേക്ക് വീണതിന് ശേഷം സൈഡൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എണ്ണയിലേക്ക് കയറ്റിയിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരികയും ചെയ്യും. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. നല്ലപോലെ ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ആദ്യം തന്നെ കുറേ എണ്ണ, ഒരു 5-6 എണ്ണം ഒന്നിച്ച് പരത്തി വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി, ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ 2-3 സ്റ്റീൽ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ പരത്തിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക, ഒരാൾ പെട്ടെന്ന് ചുട്ടെടുക്കുക. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ഇതുപോലെ ഗ്ലാസ്സിൽ പറ്റി വെക്കുന്ന സമയത്ത് നിങ്ങൾ ഓയിൽ തടവേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ എന്തായാലും എണ്ണയിൽ മുക്കിയിട്ട് തന്നെയല്ലേ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ എന്തായാലും ഗ്ലാസ്സിലും പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് ബാക്കിയുള്ളതിന് ഫസ്റ്റത്തേന് മാത്രം ഓയിൽ തടവേണം, അത് ബാക്കി ഒന്നിനും തടവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അടുത്തതും ഞാൻ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്യേണ്ട കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഗ്ലാസ്സിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ എണ്ണയിലേക്ക് കൊട്ട വീഴുമല്ലോ, ആ ഒരു സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അടിഭാഗം മാത്രം ഉള്ളു വേവില്ല. അതുകൊണ്ട് തന്നെ 2 സൈഡും ഒരേ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കൊട്ട മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊട്ടയപ്പം ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഞാൻ ഇതുപോലെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാണാനുള്ള ആ ഒരു ഭംഗി പോലെ തന്നെ കഴിക്കാനാണെങ്കിൽ ഭയങ്കര ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്രിസ്പിനെസ് പോകുമൊന്നുമില്ല കേട്ടോ, കുറേ സമയം അങ്ങനെ തന്നെ നിൽക്കും, ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇതാ അതിന് നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെല്ലാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബൗളിൽ തൈരാണ്, ഇത് തൈരിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഗ്രീൻ ചട്നിയും പിന്നെ ചിക്കൻ്റെ മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈര് കട്ട തൈര് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, നല്ലപോലെ ലൂസായിട്ടുള്ള തൈര് തന്നെ യൂസ് ചെയ്യുക. കട്ട തൈരാണെങ്കിൽ കുറച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ കൊട്ടയപ്പം സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ലെയറായിട്ട് നമ്മുടെ ചിക്കൻ മസാലയില്ല നേരത്തെ, അത് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രീൻ ചട്നി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിൽ ക്യാബേജ് വെച്ച് കൊടുക്കുക കേട്ടോ. 2 സൈഡായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ക്യാബേജ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു സൈഡിൽ ഇതുപോലെ ക്യാരറ്റും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തൈര് ഒഴിച്ച് കൊടുക്കുക, എത്രത്തോളം വേണം അതിനനുസരിച്ച്. അപ്പോൾ തൈരിൽ ഉപ്പിടാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൊട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് എടുക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതാണെങ്കിൽ ആദ്യം തന്നെ കുറേ സമയം മുന്നേ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അന്ന് ആ ഒരു ടൈമിൽ. അല്ലെങ്കിൽ മുന്നേ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, തൈര് ഒഴിക്കാൻ നിൽക്കണ്ട. കാരണം തൈര് ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊട്ട കുറച്ചൊന്ന് കുതിർന്നു പോകുമല്ലോ. അതുകൊണ്ട് തന്നെ തൈര് മാത്രം ലാസ്റ്റ് ഒഴിച്ച് വെച്ചാലും മതി, ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ കൊട്ടയുടെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. ചിലവർ ചെറിയ കൊട്ടയെ റെഡിയാക്കാറുള്ളൂ, പക്ഷേ നമുക്ക് അത്യാവശ്യം ഐറ്റംസൊക്കെ കൊള്ളണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുപ്പമുള്ള കൊട്ട റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ കൊട്ടയുടെ ക്രിസ്പിനെസ്സും കണ്ടില്ല, ആ ഒരു സൗണ്ടും കൂടി നിങ്ങൾ കേട്ടില്ല, അത്രമാത്രം ക്രിസ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല, 100% ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്